ഇന്ത്യൻ റെയിൽവേയുടെ അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റം ആപ്പായ UTS മൊബൈൽ ആപ്പിൽ ഇനി സീസൺ ടിക്കറ്റ് ലഭിക്കില്ലെന്ന് റെയിൽവേ അറിയിച്ചു. നിലവിൽ UTS വഴി സീസൺ ടിക്കറ്റ് എടുത്തവർക്ക് ഷോ ടിക്കറ്റിൽ അത് നിലനിൽക്കും. സാധാരണ ടിക്കറ്റും പ്ലാറ്റ്ഫോം ടിക്കറ്റും UTS ആപ്പിൽ ലഭിക്കുകയും ചെയ്യും. റെയിൽവേയുടെ പുതിയ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആപ്പായ റെയിൽ വൺ ആപ്പിലൂടെ സീസൺ ടിക്കറ്റ് എടുക്കാനും പുതുക്കാനുമാണ് റെയിൽവേ നിർദ്ദേശം. എല്ലാ സേവന ആപ്പുകളെയും ഉൾപ്പെടുത്തി റെയിൽവേ ഏകീകരിച്ച ആപ്പായ റെയിൽ വൺ വഴി ബുക്ക് ചെയ്യുന്ന റിസർവ് ചെയ്യാത്ത അഥവാ ജനറൽ ടിക്കറ്റുകളുടെ നിരക്കിൽ 3% കിഴിവും റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2026 ജനുവരി 14 മുതൽ ജൂലൈ 14 വരെ 6 മാസത്തേക്കാണ് കിഴിവ്. നിലവിൽ റെയിൽ വൺ ആപ്പിൽ 6 വാലറ്റ് വഴി നടത്തുന്ന പേയ്മെന്റുകൾക്ക് 3% ക്യാഷ് ബാക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് തുടർന്നുകൊണ്ടാണ് പുതിയ പ്രഖ്യാപനം. പുതിയ 6 മാസത്തെ ഓഫർ പ്രകാരം ആപ്പ് വഴി നടത്തുന്ന എല്ലാ ഓൺലൈൻ പേയ്മെന്റുകൾക്കും 3% കിഴിവ് ബാധകമാണ്. അതായത് ജനുവരി 14 മുതൽ 6 വാലറ്റ് ഉപയോഗിച്ച് റെയിൽ വൺ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ആകെ 6% കിഴിവ് ലഭിക്കും. 3% കിഴിവ് ഓഫർ റെയിൽ വൺ ആപ്പിൽ മാത്രമേ ലഭ്യമാകൂ എന്ന് ഓർക്കണം. മറ്റേതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി യാത്രക്കാർ ജനറൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്താൽ അവയ്ക്ക് കിഴിവ് ലഭിക്കില്ല. റെയിൽവേയുടെ പുതിയ സമയക്രമവും നിലവിൽ വന്നിട്ടുണ്ട്. ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി വൈകിട്ട് 4:55 പകരം 5:05 എറണാകുളത്തെത്തും. തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസ് 30 മിനിറ്റ് നേരത്തെ, അതായത് രാവിലെ 10:40 എറണാകുളം ടൗണിലെത്തും. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന സമയത്തിൽ മാറ്റമില്ല. ചെങ്കോട്ട വഴിയുള്ള കൊല്ലം ചെന്നൈ എക്സ്പ്രസ് 1.5 മണിക്കൂർ നേരത്തെ, അതായത് രാവിലെ 6:05 ചെന്നൈ താമ്പരത്തെത്തും. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് 20 മിനിറ്റ് നേരത്തെ, അതായത് വൈകിട്ട് 4:30 എറണാകുളം ടൗണിലെത്തും. ഇട സ്റ്റേഷനിലെ സമയങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്തിൽ മാറ്റമില്ല. വൈഷ്ണോദേവി കട്ര കന്യാകുമാരി ഹിമസാഗർ വീക്കിലി എക്സ്പ്രസ് രാത്രി 8:25 പകരം 7:25 തിരുവനന്തപുരത്തെത്തും. മറ്റ് സ്റ്റേഷനിലെ സമയത്തിലും മാറ്റമുണ്ട്. ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് രാവിലെ 10:20 പകരം 10:40 ചെന്നൈ എഗ്മോറിൽ നിന്നും പുറപ്പെടും. തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി എക്സ്പ്രസും മംഗലാപുരം സെൻട്രലിലേക്കുള്ള മത്സ്യഗന്ധ എക്സ്പ്രസും 2026 ജനുവരി 29 വരെ യാത്ര പുറപ്പെടുക പൻവേലിൽ നിന്നാണ്. ലോകമാന്യ തിലക് സ്റ്റേഷനിലെ 3-ാം നമ്പർ പിറ്റിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഈ മാറ്റം. സമയത്തിൽ മാറ്റമില്ലെങ്കിലും കുർള താനെ സ്റ്റോപ്പുകൾ ഒഴിവാക്കി പൻവേലിലേക്ക് 2 ട്രെയിനും മാറ്റുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ദുരിതത്തിലാക്കും.